അങ്ങനെ നമ്മുടെ ലാലേട്ടൻ നെവിന് ഇന്നലെ ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു അല്ലേ? മണി ടാസ്ക് കളിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഇന്നത് കളിക്കൂ എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അപ്പം നെവിൻ തിരഞ്ഞെടുത്തത് കാർ ടാസ്ക് ആണ്. അപ്പം ലാലേട്ടൻ അത് പറയുന്നുണ്ട്, കാറാണ് നീ തിരഞ്ഞെടുത്തിരിക്കുന്നത്, റിസ്ക് ആണ്, തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ ആ വഴി തന്നെ പോണം എന്നൊക്കെ നെവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നെവിൻ ആ ഒരു ദൗത്യം ധൈര്യപൂർവ്വം ഏറ്റെടുത്തിരിക്കുകയാണ്. ബിഗ് ബോസും അനൗൺസ് ചെയ്യുന്നുണ്ട്, നെവിൻ ഇത് വെല്ലുവിളി നിറഞ്ഞൊരു ടാസ്ക് ആണ്, കണക്കുകൂട്ടലുകൾ തെറ്റിക്കഴിഞ്ഞാൽ കളിയൊക്കെ മാറും, ഞങ്ങളും കൂടെ കുഴപ്പത്തിലാകും എന്നൊക്കെയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത്. എന്തായാലും ബസർ അടിക്കുമ്പോൾ നെവിൻ പുറത്തോട്ടിറങ്ങി ഓടുന്ന രംഗമാണ് കാണിക്കുന്നത്. അവിടെ കയറി നെവിന് പറ്റാവുന്നിടത്തോളമൊക്കെ പൈസ നെവിൻ കരസ്ഥമാക്കുന്നുണ്ട്. അധികമൊന്നും കയ്യിലെടുക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. പ്രമോയിൽ ആകെ ഒരു ബണ്ടിൽ എടുക്കുന്നതായിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം അക്ബറും അനുമോളും ആദിലയും ഒക്കെ പോയ അത്രയും ഒന്നും പൈസ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വെച്ചിട്ടില്ല. എന്തായാലും അത്രയൊന്നും പൈസ ആയിരിക്കത്തില്ല, നെവിൻ അതിനേക്കാട്ടിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ച് കയറിയിട്ടുമുണ്ട്. പക്ഷെ പ്രമോയിൽ കാണിക്കുന്നത് 3 ആയിട്ടും, അതായത് കൗണ്ട് ഡൗൺ 3 ആയിട്ടും നെവിൻ കയറിയിട്ടില്ല, ഡോർ അടയ്ക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള രീതിയിലാണ് പ്രമോയിൽ കാണിക്കുന്നത്. പിന്നെ അതേപോലെ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നെവിൻ തിരിച്ച് കയറാതെയാണോ ബിഗ് ബോസിന്റെ എവിക്ഷനകത്ത് നെവിനെ കാണിക്കുന്നത്? ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ, ലാസ്റ്റിലായിരിക്കുമല്ലോ എവിക്ഷന്റെ ആ ഒരു പ്രോസസ്സ് കാണിക്കുന്നത്. അതിനകത്ത് നമ്മുടെ നെവിനുമുണ്ട്, അതേപോലെ തന്നെ ആദിലയും അതേപോലെ സാബുമാനും ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി നെവിൻ ഒരുപാട് പൈസ എടുത്തുകൊണ്ട് തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ഏഷ്യാനെറ്റ് തന്നെ ഇങ്ങനത്തെ ഓരോ പൊട്ട പ്രമോകൾ ഇടുകയാണ്. ആദ്യം നെവിൻ പോയത് കാണിക്കുന്നു, ആദ്യം എവിക്ഷൻ കാണിക്കുന്നു, പിന്നെ നെവിൻ പോയത് കാണിക്കുന്നു. ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാമല്ലോ, നെവിൻ പോയിട്ട് തിരിച്ചു വന്നതുകൊണ്ടാണ് നെവിൻ ആ എവിക്ഷനിൽ നിൽക്കുന്നതെന്ന്. അവർക്ക് പ്രത്യേകിച്ച് ഇടാൻ വേറെ പ്രമോ ഒന്നും ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ച് ആകാംക്ഷ കൂട്ടുക എന്നുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം.